ഹായ് ഫ്രണ്ട്സ് കേട്ടപ്പോൾ അങ്ങനെ ഹീറോയി ഫയൽ പഠിച്ചു. ഞാൻ ഇപ്പോൾ റെഡി ആയിട്ട് വരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയി കുളിച്ച് ബ്രഷ് റെഡി ആയിട്ട് വന്നായിരുന്നു. ഹീറോയി ഞാൻ ബാക്കി പോയിട്ട് റെഡി നീ അവിടെ കുളിച്ചിട്ട് വന്നാ? ആഹാ, കുളിച്ചിട്ട് വന്നതാ, മാത്രം കുറച്ച് റെഡി ആയിട്ട് വന്നു. അങ്ങനെ ഹീറോയി പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് റെഡി ആയിട്ട് വന്നു. എല്ലാവരും പാക്ക് ചെയ്തോ? എന്നടി ഞാൻ പാക്ക് ചെയ്യണം. അങ്ങനെ കേട്ട് റോസി നീ പാക്ക് ചെയ്. അങ്ങനെ ഹീറോയി പാക്ക് ചെയ്തായിരുന്നു. റോസി കുളിച്ച് ബ്രഷ് ആയിട്ട് വന്നു. ടിങ്കിടക്ക ഞാൻ റോസിനെ ഇരിക്കാം, അതിലൊരാളെ കറക്റ്റ് ചെയ്യാം. അങ്ങനെ റോസി പ്ലാൻ ചെയ്തായിരുന്നു. ശരി, ഒരാളെ ആരാളെ കറക്റ്റ് ചെയ്യണം? ഇങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി. വണ്ടിയിൽ കയറി നമുക്ക് പോകണ്ടേ? ഇങ്ങനെയായിട്ട് ഒരു വണ്ടി കയറിയായിരുന്നു. റോസി കാറിൽ നിന്ന് ഇരിക്കാൻ നോക്കി. മിയ കാർ ഡ്രൈവിങ് ചെയ്താണ്ടായിരുന്നു. റോസി ജിന്നും കറക്റ്റ് ചെയ്ത് എന്ത് സംഭവിക്കുക അങ്ങനെ ഓർക്കായിരുന്നു. ചേച്ചാ ജിന്ന് സാറിട്ട് കറക്റ്റ് ചെയ്താൽ ഒരുപോലെ ഓൾഡ് ഡാൻസും പറഞ്ഞ് എന്നെ കൊന്നു. ശരി വേണ്ട. അപ്പോൾ ഷുഗർ അയ്യോ സൈലൻറ്റ് കില്ലർ വേണ്ട, വേണ്ട ഷുഗർ വേണ്ട. അപ്പോൾ ആറമ്മ അയ്യ പടി കഴിഞ്ഞ് ടോർച്ച് ചെയ്തെന്താ? ശരി വേണ്ട അങ്ങനായിട്ട്. അപ്പോൾ ആറമ്മ വേണ്ട, ശരി ഓക്കെ. ജേഹപ്പ് ശരി ജേഹപ്പ് നോക്കാം. അങ്ങനെ ജേഹപ്പിനെ നോക്കാം. ജേഹപ്പിനെ ഒന്ന് വെച്ച് ശരി ജേഹപ്പ് കറക്റ്റായില്ല. ജിമ്മിന് ശരി ഓക്കെ. ജിമ്മിന് ചെങ്ങോക്ക് ഇവർ 4 പേരിലാരാ ഒരാളെ കറച്ച് അങ്ങനെയായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു ഹീറോയിൻ്റെ ഫ്രണ്ട്. ഇത് ഹീറോയ്ക്ക് തലക്ക് മണ്ട് കറച്ച്. എന്തിടീന്ന് പറയണേ? ഇല്ലടി ഇവരെ കറക്റ്റ് ചെയ്യാൻ ഞാൻ പ്ലാൻ ഇട്ട്. എന്ത് പ്ലാനാ? അപ്പോൾ ആ ആരല്ല എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ജിന്നും ഉണ്ട്, പാറമുണ്ട്, അപ്പോൾ സുഖമുണ്ട്. ഇല്ലടി അവർ എനിക്ക് സെറ്റാല, ഇവർ 4 ഒരാളെ സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഹീറോയിൻ മണ്ട് കിട്ടി. എന്നിട്ട് ടിക്ക് എന്നെ പറയില്ല, നമ്മൾ പോകുന്ന ഒരു ഫാൻകളൊന്നും അല്ല, നമ്മൾ ഒരു പ്രൊഫസർമാരായിട്ട് പോകുന്നത്, മനസ്സിലായോ? ശരി ഓക്കെ, ടെൻഷൻ ആവണ്ട. അങ്ങനെ ഹീറോയി പറഞ്ഞായിരുന്നു സമാധാനമായിരിക്കും, വായി ഒത്തിരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവർ പറഞ്ഞു മാം എത്തി. ശരി ഓക്കെ. അങ്ങനെ കാറിലിറങ്ങി. ഡ്രൈവർ ഉണ്ടായിരുന്നു. റോസി പറഞ്ഞ മിയക്ക് കഴിയുന്നില്ല പറഞ്ഞ് മിയ ഡ്രൈവർ ഉണ്ടായിരുന്നു. കുറച്ച് ഡ്രൈവിങ് ഫോൺ ചെയ്ത് വിളിച്ചായിരുന്നു. മിയ എനിക്ക് ഡ്രൈവിങ് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഡ്രൈവർ വന്നായിരുന്നു. മിയക്ക് കുറച്ച് ടെൻഷനായിരുന്നു. ഡ്രൈവർ പറഞ്ഞു ഹീറോയി മിയാനെ നോക്കി മുറിക്കായിരുന്നു. എന്തിരിക്കായിരുന്നു. മിയ ഈ ഡ്രൈവറിനെ കൊണ്ടായിട്ട് നീ വീട്ടിലുണ്ടാക്കിയിട്ട് വാ. എന്താ മച്ചനി പറയണ? കുറച്ച് പാതിക്കെത്തുമ്പോൾ ഡ്രൈവർക്ക് കോൾ ചെയ്ത് വിളിച്ചതാ. എന്തടി നിനക്ക് പറ്റി? സോറി മച്ചി. ശരി പോയിക്കോ, ബായ്. എന്നാൽ ഹീറോയി പോയായിരുന്നു. അങ്ങനെയായിട്ട് വെല്ലടച്ചപ്പോൾ ജിന്നു ഫസ്റ്റ് വന്നു. ട്രെൻഡിൻ്റെ ലുക്ക് കണ്ടിട്ട് റോസി സൈറ്റ് അടിക്കായിരുന്നു. റോസിന് മണ്ടയ്ക്ക് വളർന്നിട്ട്. അപ്പോൾ ജിന്നോട്ട് നിങ്ങളാണോ പ്രൊഫസർ? അതേന്ന് പറഞ്ഞകത്ത് വന്നു. ഹീറോയിൻ നോക്കുമ്പോൾ ഓരോന്ന് പണിയിലുണ്ട്. അങ്ങനെ ജിമ്മിന് ഡാൻസ് കളിച്ചിട്ട് ഇങ്ങനെ ജിമ്മിൻ ഡാൻസ് കളിച്ചിട്ട് ജങ്കൊക്കടെ ജ്യൂസ് കുടിച്ചിട്ട് ടീ നോക്കി ഉണ്ടായിരുന്നു. ഓരോന്ന് പണിയിലുണ്ടായിരുന്നു. ഹീറോയിൻ ഷോക്കായിരുന്നു. എന്തടി ഇവിടെ നടക്കുന്നതെന്ന് ഹീറോയിന് ഫ്രണ്ടിനെ നോക്കിയായിരുന്നു. ശരി ജിൻ പറയാൻ തുടങ്ങിയായിരുന്നു. എല്ലാവരും ഹീറോയിനെ നോക്കി. റോസിനും ഒന്നും കണ്ട് കാതിരുന്നു. ഹീറോയിനെ നോക്കാൻ തുടങ്ങി. ഹീറോയിനെ മേലെ കീഴെ നോക്കാൻ തുടങ്ങി. ഇവരെന്ത് നോക്കുന്നു? ഇവരൊന്നും എന്നിങ്ങനെ നോക്കുന്നതെന്ന് പറയായിരുന്നു. അപ്പം എല്ലാവരും വന്നു ഇരുന്നു. അവിടെ സോപ്പിലിരുന്നു മാം എന്ന് പറഞ്ഞു. ഇരുന്നു. അപ്പോൾ ജങ്കൊക്കെ അടുത്ത് വന്ന് ഹീറോയിൻ്റെ അടുത്ത് ഇരുന്ന് ഇതെൻ്റെ ഡ്രസ്സ് അങ്ങനെ കേട്ട്. അപ്പോൾ ജിമ്മിന് പറയുന്നത് ഇത് സാരി അറിയില്ലേ എന്ന് കേട്ടു. ഹീറോയ്ക്ക് ഷോക്കായി. ഇവനിക്ക് എങ്ങനെ അറിയുമെന്ന് ഹീറോയിൻ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിലെങ്ങനെ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്ന് ജിമ്മിന് പറയാതെ ജങ്കൊക്കെ പറയാതെ ഭംഗിയായിട്ടുണ്ട്. 2 പേർ കൈ പിടിച്ചിട്ട് സംസാരിക്കുക. ഇതാണ് റോസിക്ക് ടെൻഷൻ. ഒരാളെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അത് റോസിക്കാരിയാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആറും കേട്ടു. എന്ത് പറ്റി മാം നിങ്ങൾക്ക്? ഒന്നില്ല എല്ലാവരും ഹീറോയിനെ നോക്കി. റോസിക്ക് കണ്ണിൽ കഴിച്ചു വരാൻ തുടങ്ങി. അയ്യോ ഇവരെന്തിനാ? അപ്പോൾ ഇവള് കറക്റ്റ് ചെയ്തത് ഒന്നുമില്ല, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞു. ക്ലാസ് ഞങ്ങൾ റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. എല്ലാവരും പോയിട്ട് റെഡി ആകാൻ പോയി ആ റൂമിക്ക്. റോസി പറഞ്ഞു മച്ചി ഒരാൾ എന്നെ കണ്ടുവെക്കുന്നില്ല. എടി ഞാൻ പഠിപ്പിക്കാൻ വന്നതാ, ഇവരെ സൈറ്റ് അടിക്കാൻ വന്നതല്ല, മനസ്സിലായോ? ശരി ഓക്കെ. അപ്പോൾ ഞാൻ ആരെ കറച്ച്? നീ ആരെ വേണം കറച്ചത്? എന്നോട് ടെൻഷൻ ആക്കിയിട്ടുണ്ട്. അത് ഹീറോ വാക്ക് പറയാൻ തുടങ്ങി. അപ്പം നീ ഇതിലൊരാൾ കറച്ച്. എന്ത് ഒരാളെ കറച്ചനാ? നിനക്കറിയില്ലടേ എൻ്റെ വീട്ടിലെ കാര്യം? അറിയോ? അതൊക്കെ എൻ്റെ അച്ഛനമ്മ പറഞ്ഞ ആളെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് നിനക്കും അറിയില്ലേ? അപ്പോൾ ഇതിലാരോ ഒരാൾ പ്രപ്പോസ് ചെയ്തു, നീ അക്സെപ്റ്റ് ചെയ്യോ? റിജക്റ്റ് ചെയ്യൂ. എന്നടി അങ്ങനെ പറഞ്ഞേ? എനിക്കറിയില്ല എൻ്റെ വീട്ടിൽക്കാരോ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിനെ സമാധാനമാക്കി. ടെൻഷനായി ഹീറോയ്ക്ക്. അതിൻ്റെ ക്ലാസ് റെഡി ആയി. ഇങ്ങനെ ബോർഡ് വെച്ചായിരുന്നു. അവർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി.
അങ്ങനെ ഹീറോ പറയാൻ തുടങ്ങി ഫസ്റ്റ് ക്ലാസ് ഞാൻ എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഹീറോ കുട്ടികൾക്ക് എങ്ങനെ ക്ലാസ് എടുക്കുന്നത്, കുട്ടികൾക്ക് എങ്ങനെ ക്ലാസ് എടുക്കുന്നത് അതേപോലെ അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഫോട്ടോ കാട്ടി തുടങ്ങി. ഇതൊന്നും പറയാൻ തുടങ്ങിയായിരുന്നു. ആറാം പറയുന്നത് ഇതാണെന്ന് പറയാൻ തുടങ്ങിയായിരുന്നു. അപ്പം ഇത് കുട്ടികൾക്ക് പഠിക്കുന്നതല്ലേ എന്ന് ആറാം ചോദിക്കുക. ഇല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് അക്ഷരം കൂട്ടിയിട്ട് പഠിപ്പിക്കാം. അങ്ങനെ ഹീറോ ക്ലാസ് എടുക്കാതെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോ ക്ലാസ് ഇവർക്ക് ഇപ്പോൾ മലയാളം നന്നായിട്ട് അറിയോ. ഹീറോയിൻ്റെ ഫ്രണ്ട് ഹിന്ദി പഠിപ്പിക്കാൻ. ഇത് പാനി, എന്ത് പാനിയാ, അതെന്ത് സംഭവം എന്ന് കേട്ട് അങ്ങനെയായിട്ട് ഓരോന്ന് കോമഡി പറയാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഓരോന്ന് ലാംഗ്വേജിൽ അങ്ങനെ ഓരോന്ന് പറഞ്ഞ മലയാളത്തിൽ, ഹിന്ദിയിൽ, തമിഴിൽ പഠിപ്പിക്കാൻ തുടങ്ങി. തമിഴിൽ ഇത് പൂന എന്നത് പൂന, അപ്പം എന്ത് പൂന, എന്തിത് പൂന, ഷുഗാണ് പൂന വെച്ച് കളിയൊക്കെ തുടങ്ങി. ഷുഗൊക്കെ ടെൻഷൻ, പൂന കൊല്ലരാ ജിമ്മിൻ്റെ എന്ന് പറഞ്ഞു രണ്ടുപേരും ഒക്കെ തുടങ്ങി. അയ്യോ ഇവർക്കൊരു കലയെത്ത് അതിനായിട്ട് ആറാം പറയുന്നു വായ് മൂടിടാ ഇന്ന് ടെൻഷനാക്കണ്ട എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ലാംഗ്വേജ് 3 ലാംഗ്വേജിൽ പഠിപ്പിക്കാൻ തുടങ്ങി. നന്നായിട്ട് ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ നന്നായിട്ട് അറിയൂ. അതിനായിട്ട് അവർ പറയാൻ തുടങ്ങി, പ്രിയ ഞങ്ങൾ ഷൂട്ടിംഗ് ഉണ്ട്, നിങ്ങൾ വരണോ എന്ന് പറഞ്ഞിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വേൾഡ് ടൂർ പറഞ്ഞ് ഇന്ത്യയിൽ തമിഴ്നാട്ടിലാണ് അവർ പോകുന്നത്. ഇന്ത്യയിൽ കുറച്ച് അവർക്ക് ഇതുണ്ടായിരുന്നു. ഇന്ത്യയിൽ കുറച്ച് അവർക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പാതി പറഞ്ഞ ഇന്ത്യയിൽ അവർക്ക് ഇതുണ്ടായിരുന്നു. ഇന്ത്യയിൽ കുറച്ച് വന്നതായിരുന്നു അവർക്ക് ഇറങ്ങാൻ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഹീറോയിൻ്റെ മമ്മി തമിഴ്നാട്, അതുകൊണ്ട് അതിനായിട്ട് ഇവിടെ പ്രൊഫസറുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ഈ തമിഴ്നാട്ടിൽ പറഞ്ഞാൽ അങ്ങനെ ആരുമില്ല, കുറച്ച് ഗ്രാമം മതി, അതുകൊണ്ട് സിറ്റി തന്നെ. പക്ഷേ ഇവിടെയൊക്കെ ജിമ്മിന് വന്നത്. ജിമ്മിന് പറഞ്ഞ് കുറച്ച് ട്രിപ്പ് പോയിട്ടായിട്ട് വന്നിട്ടായിട്ട് അവിടേക്ക് പോകാൻ പറഞ്ഞത്. അങ്ങനെ ജിമ്മിന് ഇന്ത്യയിലൊക്കെ കറങ്ങി, കേരളത്തിൽ കറങ്ങി, തമിഴ്നാട്ടിലൊക്കെ പോയി. തമിഴ്നാട്ടിലൊക്കെ ഹീറോയിൻ വന്നായിരുന്നു. അങ്ങനെയായിട്ട് ഒരു പാട്ട് ഡാൻസ് കളിക്കുക, ഹീറോയിൻ ജോളിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഇത് കാണുമ്പോൾ ഹീറോയിൻ കരിയാൻ തുടങ്ങിയായിരുന്നു. എന്നിട്ട് കരിയുന്ന സമാധാനിക്കുക പേപ്പർ എടുത്ത് മച്ചി ഒരാളൊന്ന് തിരിഞ്ഞ് നോക്കുന്നില്ല, അത് കറിയായിരുന്നു. ഹീറോയിൻ സമാധാനമാക്കി. ശരി ഞാനായിട്ട് ഹീറോയിൻ വീടുണ്ടായിരുന്നു. അങ്ങനെ വെല്ലടച്ച് ഹീറോയിലുള്ള വീട്ടിലേക്ക്. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് മിയാക്ക് റോസിക്ക് കോൾ വന്നു. റോസി വെളിയിൽ പോയി. ശരി